Hi friends, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈന്തപ്പഴം ലഡു ആണ്. ഇത് ദിവസവും ഓരോന്ന് വെച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ നല്ലപോലെ വർദ്ധിക്കും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപയോഗിക്കാം. കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇത് കൊടുക്കണം. കാരണം അവർക്കുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളും അതുപോലെ അനീമിയ ഒക്കെ മാറാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതൊരു എനർജി ബൂസ്റ്റർ കൂടിയാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈന്തപ്പഴം ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. കളറൊന്നും ഒരുപാട് ചേഞ്ച് ആവരുത്, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഇനി അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ പാനിൽ തന്നെ 1/2 കപ്പ് കടല വറുത്തെടുക്കാം. ഞാനിതിപ്പോൾ തൊലിയുള്ള കടലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തൊലിയില്ലാത്ത കടല എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ തൊലി കളഞ്ഞെടുക്കുന്ന ഒരു സമയം ലാഭിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സ് അതുപോലെ മറ്റുള്ള ഏത് ടൈപ്പിലുള്ള നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കടലയാന്ന് പറയുമ്പോൾ നമുക്കൊരു എക്കണോമിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ കടലയായിരിക്കും ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. ബാക്കി എല്ലാത്തിനും പ്രൈസും കാര്യങ്ങളൊന്നും എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല. അപ്പോൾ കാഷ്യൂ നട്ട്സ് പറ്റില്ലെങ്കിൽ കടല തന്നെ 1 കപ്പ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ കടല വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ സെയിം പാനിൽ തന്നെയാണ് 1/2 കപ്പ് തേങ്ങ വറുത്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ചിരകിയെടുത്ത തേങ്ങയാണ് വറുത്തെടുക്കുന്നത്. നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളത് ഉപയോഗിക്കുമ്പോൾ ഈ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്നവർക്ക് അതങ്ങോട്ട് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് ജോലിയൊക്കെ കുറച്ച് എളുപ്പമുണ്ടെന്ന് മാത്രം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്നതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തേങ്ങയും വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ആ പാനിലായിട്ട് തന്നെ നമുക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് ഈന്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 15 ഈന്തപ്പഴമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈന്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി റോസ്റ്റ് ചെയ്ത് വെച്ചതിൻ്റെയൊക്കെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ കടലയുടെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം വേണം പൊടിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അതിൽ കടലയുടെയൊക്കെ തൊലി കളഞ്ഞെടുത്തു. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ കടല തൊലി കളയുന്നതിൻ്റെ വീഡിയോ കടല മിഠായിയുടെ വീഡിയോയിൽ കറക്റ്റായിട്ട് തൊലി കളഞ്ഞെടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈന്തപ്പഴം ഇതുപോലെ തന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ പൊടികളും അതുപോലെ ഈന്തപ്പഴം ഒക്കെ കൂടെ കൂടി മിക്സ് ചെയ്ത് എടുക്കുകയാണ്. കടലയൊക്കെ പൊടിക്കാൻ നേരത്ത് നമ്മൾ സാധാരണ ഗ്രൈൻഡ് ചെയ്യുന്ന നേരത്ത് ഒറ്റ കറക്കലങ്ങോട്ട് കറക്കി എടുക്കല്ലേ, അങ്ങനെ കറക്കി എടുക്കരുത്. പൾസ് ചെയ്ത് അതായത് നിർത്തി വേണം പൊടിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് എണ്ണ വരുമല്ലോ, നമ്മൾ ന്യൂട്ടല്ല ഉണ്ടാക്കിയപ്പോൾ കണ്ടില്ലേ എണ്ണ അതിനകത്ത് കടലയിൽ നിന്ന് വരുന്നതായിട്ട്. അപ്പം അതുപോലെ ആയിപ്പോവും. അപ്പം അങ്ങനെ ആക്കി എടുക്കരുത്, പൊടിച്ച് തന്നെ എടുക്കണം. അതായത് ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസായിട്ട് എടുക്കാം. എന്നിട്ട് ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓരോന്ന് വെച്ചിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. വലിയവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതൊരു ഫുഡെന്നും പറയാം, അതുപോലെ ഒരു മെഡിസിൻ എന്നും പറയാം. കാരണം അത്ര നല്ല ഈന്തപ്പഴം ഡെയിലി കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ല ഹെൽത്തി ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയാകുമ്പോൾ കുറച്ചുകൂടെ ഒരു നന്നായിട്ടിരിക്കും. അതുപോലെ ഈന്തപ്പഴം മാത്രമായിട്ട് കഴിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. പക്ഷേ ഇതിങ്ങനെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് പകരമായിട്ട് നമുക്ക് വൈറ്റ് കളറിലുള്ള എള്ളുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോഴും കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.